കോൺഗ്രസിന്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിക്കും. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. KG, പീപ്പിൾ പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരുടെ മണ്ഡലങ്ങളുടെ സാധ്യത ഏതു തരത്തിൽ? പ്രദീപ് സൂചിപ്പിച്ചതുപോലെ പീപ്പിൾ ടിവി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, സാധ്യതാ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിപക്ഷം പേർക്കും ഇത്തവണയും സീറ്റ് ഉണ്ട്. വളരെ ചുരുക്കം പേരുകൾ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും VM സുധീരൻ മണലൂരും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹരിപ്പാടും മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ AP അബ്ദുള്ള കുട്ടിക്ക് സീറ്റില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദ് മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അങ്കമാലി സീറ്റ് ജേക്കബ് ഗ്രൂപ്പിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് അത് NSU നേതാവ് റോജി തോമസിന് നൽകാനുള്ള ഒരു നീക്കം കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ അങ്കമാലി ഏറ്റെടുത്താൽ പകരം മൂവാറ്റുപുഴ വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ജോസഫ് വാഴക്കിന് സീറ്റ് എവിടെ നൽകും എന്നുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാബു തൃപ്പൂണിത്തുറയിൽ ബാബുവിനൊപ്പം ലാലി വിൻസെന്റിന്റെ പേര് കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പട്ടികയിലെ പ്രധാന സവിശേഷത. അദ്ദേഹം ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രദീപ്. KG ദിനകർ തിരുവനന്തപുരത്ത് നിന്നും. ഇതോടൊപ്പം തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയും പുറത്തു വന്നു. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും KPA മജീദ് മലപ്പുറത്തും MK മുനീർ കോഴിക്കോട് 2-ലും മത്സരിക്കും. KT സ്വാലിഹിന്റെ റിപ്പോർട്ടിലേക്ക്. നിലവിലെ MLA-മാരായ അബ്ദുസമദ് സമദാനി, അഡ്വക്കേറ്റ് M ഉമ്മർ, മുഹമ്മദ് ഉണ്ണി ഹാജി, അബ്ദുൾ റസാഖ് എന്നിവർക്ക് സീറ്റുണ്ടാവില്ല. മലപ്പുറം ജില്ലയിലെ വേങ്ങര മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും, തിരൂരങ്ങാടിയിൽ PK അബ്ദുൾ റബ്ബും, ഏറനാട് മണ്ഡലത്തിൽ PK ബഷീറും, തിരൂരിൽ C മമ്മൂട്ടിയും, താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തുടരും. പെരിന്തൽമണ്ണയിൽ നിന്ന് ജയിച്ച മഞ്ഞളാംകുഴി അലി കോട്ടക്കലിലും, മലപ്പുറത്ത് നിന്ന് വിജയിച്ച P ഉബൈദുള്ള കൊണ്ടോട്ടിയിലും ജനവിധി തേടും. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്ററോ മലപ്പുറം സെക്രട്ടറി സലീം കുരുവമ്പലമോ മത്സരിക്കും. മങ്കട മണ്ഡലത്തിൽ നിലവിലെ MLA അഹമ്മദ് കബീറിനെ മാറ്റി മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്ന KP മുഹമ്മദ് മുസ്തഫയെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി CK സുബൈറിന്റെ പേരാണ് പരിഗണനയിൽ. കോഴിക്കോട് 2-ൽ MK മുനീറും, കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞും, തിരുവമ്പാടിയിൽ PKK ബാവയും, മണ്ണാർക്കാട് N ഷംസുദ്ദീനും, അഴീക്കോട് KM ഷാജിയും, കാസർഗോഡ് NA നെല്ലിക്കുന്നും ലീഗിനെ പ്രതിനിധീകരിക്കും. മഞ്ചേശ്വരത്ത് AA ബഷീറും, കുറ്റ്യാടിയിൽ സൂപ്പി നരിക്കാട്ടേരിയും മത്സരിച്ചേക്കും. ഗുരുവായൂർ വിട്ടുനൽകി മലപ്പുറത്ത് തവനൂർ മണ്ഡലം ലീഗ് ആവശ്യപ്പെടും. ബാവഹാജിയെയാണ് തവനൂരിലേക്ക് പരിഗണിക്കുന്നത്. RSPക്ക് വിട്ടുനൽകേണ്ടി വന്ന ഇരവിപുരത്തിന് പകരമായി കരുനാഗപ്പള്ളി മണ്ഡലം ചോദിച്ച ലീഗ് ശ്യാം സുന്ദറിനെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദിനെ പാർലമെന്ററി രംഗത്തേക്ക് തിരിച്ചുകൊണ്ടുവരുന്നുവെന്നതും പ്രബലരെ മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നുവെന്നതുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ പരീക്ഷണങ്ങൾ. KT സ്വാലിഹ്, മലപ്പുറം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയും അതോടൊപ്പം തന്നെ ലീഗിന്റെ സാധ്യതാ പട്ടികയും പുറത്തു വരുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഇന്ന് പരോക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാരമ്പര്യം കോൺഗ്രസിന് ഇല്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ജയസാധ്യതയും ജനസ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥികൾക്കുള്ള മാനദണ്ഡമെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചതോടെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറിയും പ്രകടമായി. മിടുക്കന്മാരായ സ്ഥാനാർത്ഥികൾ തൃശൂരിലുണ്ടെന്നും വരുത്തന്മാർ തൃശൂരിലേക്ക് വരണ്ട എന്നും മന്ത്രി CN ബാലകൃഷ്ണനും പറയുന്നു. രാഷ്ട്രീയപരമായ കോൺഗ്രസിലെ ഇത്തരം വാക്പോരുകൾ വളരെ ശക്തമായി തുടരുമ്പോൾ പത്തനാപുരം നിയമസഭാ മണ്ഡലം രാഷ്ട്രീയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു? ഏറെ രാഷ്ട്രീയ പോരാട്ടത്തിന് പ്രാധാന്യമുള്ള പത്തനാപുരത്തെ വിശേഷങ്ങളുമായി രാജ്കുമാർ ചേരും. തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണം അതിന്റെ സജീവതയിൽ എത്തുമ്പോൾ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി രാജ്കുമാർ ചേരും. അതിനു മുമ്പ് 2011 പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്തത് 1,28,367 വോട്ട്. 74.49% 2011 പോളിംഗ്. 74.49% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 പത്തനാപുരത്ത് നിന്ന് വിജയിച്ചത് KB ഗണേഷ് കുമാർ MLA ആണ്. KB ഗണേഷ് കുമാർ സ്വന്തമാക്കിയ വോട്ട് 71,421. KB ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 20,402. KB ഗണേഷ് കുമാറിനോടൊപ്പം തന്നെ മത്സരിച്ച പ്രമുഖർ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ
കെ രാജഗോപാൽ. CPIM 2011 സ്വന്തമാക്കിയ വോട്ട് 51,019. BJP 2,839 വോട്ടും 2011 പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയിരുന്നു. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 പത്തനാപുരത്ത് കണക്കാക്കിയാൽ KB ഗണേഷ് കുമാർ 55.64%, CPIM കെ രാജഗോപാലിലൂടെ 39.74% വോട്ട് സ്വന്തമാക്കിയപ്പോൾ സുഭാഷ് പട്ടാഴി BJPക്കായി 2.21 വോട്ടും സ്വന്തമാക്കി. ന്റെ ഈ കണക്കുകളിൽ നിന്ന് പത്തനാപുരം നിയമസഭാ മണ്ഡലം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം അത് വികസനമടക്കം ഉൾപ്പെടുത്തി. രാജ്കുമാറിലേക്ക്. കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ പത്തനാപുരം താരത്തിളക്കം കൊണ്ട് ശ്രദ്ധേയമാണ്. എന്നാൽ വെറും തിളക്കം മാത്രമല്ല, വികസനത്തിൽ പത്തരമാറ്റിന്റെ പ്രൗഢിയാണ് ഗണേഷ് കുമാർ MLA അവകാശപ്പെടുന്നത്. അതേസമയം പഴയ മിത്രവും ഇപ്പോഴത്തെ ശത്രുവുമായ കോൺഗ്രസ് ഇത് തള്ളിക്കളയുന്നു. ചിത്രത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ഭൂമികയായി പത്തനാപുരം നിയമസഭാ മണ്ഡലം മാറുമ്പോൾ പ്രചരണ രംഗം തീപാറും 2016. അതിനടിസ്ഥാനമായ ആ കാരണങ്ങളിലേക്ക്. രാഷ്ട്രീയ കേരളം എന്നും ഉറ്റുനോക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന മണ്ഡലമാണ് പത്തനാപുരം. ബന്ധുവാര് ശത്രുവാരെന്ന് മണ്ഡലത്തിലെ വോട്ടർമാരെ മാറിയും തിരിഞ്ഞും ചിന്തിപ്പിക്കുന്ന രാഷ്ട്രീയ സഖ്യം പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. ഗണേഷ് കുമാറിനെ കൈവെള്ളയിൽ കൊണ്ടുനടന്നവരെന്ന് തള്ളിപ്പറയുന്നതും മണ്ഡലത്തിലെ അടക്കം പറച്ചിലാണ്. അതേസമയം വോട്ട് ചെയ്തവരോട് MLA നീതി പുലർത്തിയതിന്റെ വികസന രേഖകളാണ് ഇനി പറയുന്നത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് 100 കോടി രൂപ, അന്താരാഷ്ട്ര നിലവാരത്തോടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ, പത്തനാപുരത്തിനായി താലൂക്ക് ആസ്ഥാന മന്ദിരം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ, ബസ്സുകൾ, കേരളത്തിൽ ആദ്യമായി UITക്ക് കെട്ടിടം, എലിക്കാട്ടൂർ നെടുവത്തൂർ പാലങ്ങളും തെരിയന്തോപ്പ് തൂക്കുപാലവും വികസനത്തിന്റെ കയ്യൊപ്പുകളായി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും പത്തനാപുരത്തിന്റെ വികസനത്തിൽ എടുത്തു പറയാവുന്നത് പത്തനാപുരം സ്വന്തമായ താലൂക്ക് അനുവദിച്ച് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ എലിക്കാട്ടൂർ പാലം അനുവദിപ്പിച്ചു. പിന്നെ തലവൂര് പത്തനാപുരം റോഡ്, കിഴക്കേത്തിരി പത്തനാപുരം റോഡിൻ്റെ 1ാം ഘട്ടം നബാർഡിൽ നിന്ന് ഏതാണ്ട് 7.5 കോടി രൂപ അനുവദിച്ചു. ഇനിയും പിന്നെ മറ്റ് സ്കൂളുകൾക്കെല്ലാം എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്കും MLA ഫണ്ടിൽ നിന്നും MLA അസറ്റ് ഫണ്ടിൽ നിന്നും എല്ലാവർക്കും മന്ദിരങ്ങൾ വെച്ച് 2 മന്ദിരങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള കൂടുതൽ സൗകര്യം ഉണ്ടാക്കാനുള്ള എല്ലാ ഈ മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ ഹൈസ്കൂളുകളിലെല്ലാം കെട്ടിടങ്ങൾ വയ്ക്കാനുള്ള നടപടി തുടങ്ങി. പിന്നെ അതുപോലെ റോഡുകൾ, ധാരാളം റോഡുകൾ, ഗ്രാമീണ റോഡുകൾ പരമാവധി പട്ടാഴി, വിളക്കുടി, പട്ടാഴി വടക്കേക്കര പഞ്ചായത്തുകളിൽ MLAയുടെ അസറ്റ് ഫണ്ട് ഉപയോഗിച്ച് ഓരോ വാർഡിൽ ഒരു റോഡ് 15 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന, ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ ചെലവ് വരുന്ന ഓരോ റോഡുകൾ MLA ഫണ്ടിൽ നിർമ്മിക്കുന്നു. പൊതുവായ വികസനത്തിൽ എല്ലാവർക്കും വൈദ്യുതി കൊടുക്കാൻ കഴിഞ്ഞതുപോലെ ഇപ്പോൾ എല്ലാവർക്കും പൈപ്പ് ലൈൻ വലിക്കുക എന്നുള്ളതാണ്. പല സ്ഥലത്തും ടാങ്കുകൾ ഉണ്ടാക്കാറുണ്ട്. ഏതാണ്ട് കൊട്ടാരക്കരയുടെ അതിർത്തി വരെ കുടിവെള്ളം. കൊട്ടാരക്കരയുടെ അതിർത്തിയിൽ മേലില പഞ്ചായത്ത് അവസാനിക്കുന്ന ഭാഗം വരെ ശുദ്ധീകരിച്ച കുടിവെള്ളം പൈപ്പിലൂടെ എത്തും. ഒരു 1.5-2 വർഷത്തിനുള്ളിൽ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം. വികസനം ഗണേഷ് കുമാറിന്റെ കഴിവല്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരാണ് ഫണ്ട് അനുവദിച്ചതെന്നും തൊഴിലില്ലായ്മ മണ്ഡലത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണെന്നും കോൺഗ്രസ് നേതാവ് CR നജീബ് കുറ്റപ്പെടുത്തി. കിഴക്കൻ മേഖലയിലെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. മലയോര ഗ്രാമീണ റോഡുകളുടെ കാര്യം പറഞ്ഞു. പിന്നെ കുറേ റോഡുകൾ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വന്നിട്ടുള്ള കുറേ റോഡുകളുണ്ട്. അത് സ്വാഭാവികമായും ഭരണകക്ഷി MLA അല്ലെങ്കിൽ പോലും പ്രതിപക്ഷ MLA ആണെങ്കിൽ പോലും അത് ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടുകളൊക്കെ കുറേയൊക്കെ വിനിയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വികസനമായിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റത്തില്ല. വികസനമായി കണക്കുകൂട്ടണമെങ്കിൽ അവിടെ നമുക്ക് പിന്നെ മലയോര പ്രദേശത്തുള്ള ഗ്രാമീണർക്ക് വേണ്ടിയുള്ള റോഡുകൾ നന്നാക്കണം. 2 ആദിവാസി കുടുംബങ്ങളെ സഹായിക്കുന്ന വിധത്തിൽ മുള്ളുമലയടക്കമുള്ള മുള്ളുമലയിലും വെള്ളം തെറ്റിയിലും കുരിയോട്ടുമലയിലുള്ള ആദിവാസി കുടുംബങ്ങൾക്ക് പൂർണ്ണമായും വീട് നിർമ്മിച്ചു കൊടുക്കാനും അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആകെ കൂടി അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയാണ്. ബഹുമാന്യനായ കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ സമ്മർദ്ദം മൂലം 20 കോടി രൂപ അനുവദിച്ചുകൊണ്ട് കുരിയോട്ടുമലയിൽ കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകി കുടിവെള്ള പദ്ധതി ഇപ്പോൾ എല്ലാവർക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ
3 ഏക്കർ 1 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് അന്ന് സ്വീകരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട്, ടൂറിസം ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വാളകം മുതൽ പത്തനാപുരം വരെയുള്ള റോഡ് വൃത്തിയാക്കാൻ കഴിഞ്ഞത് അത് MP-യുടെ ശ്രമഫലമായിട്ട് നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള കേന്ദ്ര നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ സമ്മർദ്ദം കൊണ്ട് കുറേ വർക്കുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഈ MLA-യുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ MLA-യുടെ ശക്തമായ പ്രയത്നഫലമായോ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അവിടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയായിരുന്നു. അതിൻ്റെ അവിടെ ധാരാളം സ്ഥലങ്ങൾ ഞങ്ങൾ സ്പോർട്സ് കൗൺസിലിന് വേണ്ടി കൊടുത്തിരുന്നു ആ പ്രദേശത്ത് മലയോര ഗ്രാമത്തിൽ. അപ്പോൾ അത് തന്നെ അലോട്ട്മെൻറ്റ് നടത്തി അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും രാജ്കുമാർ. പത്തനാപുരത്തെ താലൂക്കാക്കി പ്രഖ്യാപിച്ചു. അതിനൊത്ത വികസനം ഈ മണ്ഡലത്തിൽ നടക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അതേ അവസ്ഥയിൽ തുടരുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ. താലൂക്ക് ആശുപത്രിയാക്കി മാറ്റണമെന്നാണ് സാധാരണക്കാരും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. താലൂക്ക് ആശുപത്രിയുടെ ദുരന്ത കാഴ്ചകൾ എന്ന് വോട്ടർമാരടക്കം പത്തനാപുരത്ത് വിലയിരുത്തുമ്പോൾ ആ റിപ്പോർട്ടിലേക്ക് രാജ്കുമാറിന്റെ. സ്ഥലം MLA-യുടെ അവസരോചിതമായ ഇടപെടലിന്റെ ഫലമായാണ് നിയമസഭയിൽ വെച്ച് അവസാന നിമിഷം പത്തനാപുരത്തെ താലൂക്കാക്കി പ്രഖ്യാപിച്ചത്. പക്ഷേ ആരോഗ്യവകുപ്പ് ഇതൊന്നും അറിഞ്ഞിട്ടേയില്ലെന്ന മട്ടാണ്. അതോ ഉറക്കം നടിക്കുകയാണോ എന്നും അറിയില്ല. എന്തായാലും പത്തനാപുരം സർക്കാർ ആശുപത്രി ഇപ്പോഴും സാമൂഹികാരോഗ്യ കേന്ദ്രം മാത്രമാണ്. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എണ്ണം കേട്ടാൽ ഇതിലും തമാശയാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ അവസ്ഥ. നമുക്കിപ്പോൾ നിലവിലുള്ളത് ഒരു 24/7 PHCയുടെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പം നമുക്ക് പത്തനാപുരം CHCയിലുള്ളത്. CHCയുടെ സ്റ്റാഫ് പാറ്റേണിലോട്ട് ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടുള്ള പ്രപ്പോസലൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ട്. പത്തനാപുരം താലൂക്കായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിലും ആശുപത്രി ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായിട്ട് തന്നെ നിലനിന്ന് പോരുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഏരിയ കുറവാണ്, 50% സ്ഥലമേ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്ഥലം പഞ്ചായത്ത് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ MLA-യുടെ സഹായത്തോടു കൂടി ഒരു കെട്ടിടം പ്രപ്പോസലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പ്രപ്പോസലല്ല, അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ആർക്കിടെക്റ്റ് ലെവലിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളൊരു പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഉയർന്ന ചികിത്സയ്ക്ക് പത്തനാപുരംകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. പത്തനാപുരത്തിന് താലൂക്ക് പദവി നൽകിയിട്ടും ആശുപത്രിയെ അനാഥമാക്കിയതിൽ CPIM-നും നാട്ടുകാർക്കും പരാതിയുണ്ട്. പത്തനാപുരത്ത് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി സൗകര്യം പണ്ടേ ഇല്ല എന്നുള്ളത് വളരെ വസ്തുതയാണ്. ആവശ്യമായ കമ്മ്യൂണിറ്റി സെൻ്റർ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ട സൗകര്യമില്ല. IP സെൻ്ററുകളുള്ള ഒരു പഞ്ചായത്തും ഇല്ല. ഇപ്പോൾ താലൂക്ക് കേന്ദ്രം അനുവദിച്ചതോടുകൂടി അതിനനുബന്ധമായി താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തുമെന്നുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷയായി. എന്നാൽ അതിനാവശ്യമായ ഒരു നടപടിയും UDF-ൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ ആശുപത്രി സൗകര്യം ഇല്ലാത്തതിൻ്റെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇനിയുള്ള ഒരു കാര്യം, ESIയുടെ താലൂക്ക് ആശുപത്രി കുന്നിക്കോടുണ്ട്. പേരിനും വേണ്ടേ ഉള്ളൂ. 25 വർഷമായിട്ട് അതിന് വസ്തു വാങ്ങിച്ചിട്ടേക്കുക, ഒരു സൗകര്യവും ഇല്ല. താലൂക്ക് ആശുപത്രിയുടെ വികസനമായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു പ്രസവം എന്തോ വേണമെങ്കിലും പൊന്നൂരോ കൊല്ലത്തോ പോകണം. പിന്നെ ഡോക്ടർമാർ അങ്ങനെ ഒന്നും ഇല്ല. താലൂക്ക് ആശുപത്രി എന്ന് പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ താലൂക്കിൻ്റെതായ യാതൊരു സൗകര്യവും ഇല്ല. പണക്കാരായ ആൾക്കാർക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ പറ്റും. പക്ഷേ പാവപ്പെട്ട നമ്മളെപ്പോലുള്ള രോഗികളെയും കൊണ്ട് വരുന്നവർ ഇവിടെ ഇരിക്കും. പണ്ടൊക്കെ ഇവിടെ പ്രസവം ഉൾപ്പെടെയുള്ള ചികിത്സ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. MLA ഗണേഷ് കുമാറിനും ചിലത് പറയാനുണ്ടായിരുന്നു. UIT കിടക്കുന്ന കമ്മ്യൂണിറ്റി ഹാള്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാള് പഞ്ചായത്ത് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളൊരു എല്ലാ ആധുനിക സൗകര്യങ്ങളോട് താലൂക്ക് ആശുപത്രി നിർമ്മിക്കുക എന്നുള്ള അടുത്ത വിഷയം. താലൂക്ക് ആശുപത്രി അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം MLA ഫണ്ട് മാറ്റി വെച്ചിരുന്നു. പക്ഷേ നമുക്ക് UIT-യുടെ പണി തീർന്ന് മാറാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ഇനി അടുത്തൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. കാലത്തിനൊപ്പം ആരോഗ്യ കേരളം എന്ന പരസ്യം വാചകത്തിൽ ഒതുക്കാതെ യാഥാർത്ഥ്യമാക്കണമെന്നാണ് പത്തനാപുരം മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് രംഗം ഓരോ ദിവസം കഴിയും തോറും അതിന്റെ സജീവത അതേപടി നിലനിൽക്കുമ്പോൾ 7 മണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CES അഭിപ്രായ സർവേയുമായി ഞങ്ങളുടെ MD-യും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ് ചേരും. തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര വിശേഷങ്ങളുമായി സഭ പിടിക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ നാളെ വീണ്ടും ഇതേ സമയം.